അപ്പോൾ ആരാണ് അള്ളാഹു? അള്ളാഹു മേലായവൻ, വലിയവൻ, മഹനീയൻ. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമസ്കരിക്കുവാനാണ് ഹയ്യ അല സ്വലാത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളിക്കുത്തരമേകി പള്ളിയിലെത്തി നമസ്കരിക്കുന്നതും ആ വിളിയെ വേണ്ട വിധം മുഖവിലക്കെടുക്കാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതും ഒരിക്കലും ഒരുപോലെയല്ല. നമസ്കരിക്കുന്നവരും ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമസ്കരിക്കാൻ എത്തുന്നവരോട് അള്ളാഹു പുഞ്ചിരി തൂകിയാണ് അവരെ അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിളി കേട്ട് ചെല്ലുന്നവനെ അള്ളാഹു ഹൃദ്യമായി ഇല്ലാ തബശ്ബഷ് അള്ളാഹു ബിഹി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള പ്രയോഗം. അള്ളാഹു നമസ്കരിക്കാൻ അടുക്കുന്നവനോട് പുഞ്ചിരിക്കും എന്നാണ്. അഅദ്ദല്ലാഹു നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ് എന്ന ഹദീസിൽ കാണാം. നമസ്കരിക്കാൻ പ്രഭാതത്തിലായാലും പ്രദോഷത്തിലായാലും പള്ളിയെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നവൻ അള്ളാഹു ഒരു വിരുന്നൊരുക്കും എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിരുന്നിലേക്കാണ് നമസ്കരിക്കുവാൻ ലക്ഷ്യമിട്ട് പുറപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ഹൃദ്യമായ സ്വീകരണം, ആ സ്വീകരണത്തിലേക്കാണ് നമസ്കരിക്കാൻ പുറപ്പെടുന്നത്. ആ ഒരു ലക്ഷ്യവും ബോധവും അത് മനസ്സിൽ നട്ടാൽ ബാങ്ക് വിളിയേക്കാൾ ഹൃദ്യമായ മറ്റെന്തൊരു ആരവമാണുള്ളത്, എന്ത് വിനോദമാണുള്ളത്. നമസ്കരിക്കാൻ വീട് വിട്ട് പള്ളിയെ ലക്ഷ്യമാക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓരോ ഖുത്വത്തും കാൽവെപ്പുകളും അവന് ഓരോ പുണ്യമാണെന്നാണ്. നിത്യജീവിതത്തിൽ വന്നു പോകുന്ന പിഴവുകളും വീഴ്ചകളും അത് ഓരോ കാൽവെപ്പുകളും അത് മായ്ച്ചു കളയുമെന്നാണ്. നമസ്കാരം പ്രതീക്ഷിച്ച് പുറപ്പെട്ടവൻ നമസ്കാരം കാത്തിരിക്കുന്ന കാലം അത്രയും അവൻ നമസ്കരിക്കുന്നവനെ പോലെ, നമസ്കാരത്തിൽ എന്ന പോലെ മഹനീയനാണ്. ഒരു മുസല്ലി നമസ്കരിക്കുന്നവൻ എത്ര മഹത്തുണ്ടോ അത് നമസ്കാരം വെയിറ്റ് ചെയ്യുന്നവനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമസ്കാരത്തിന് പുറപ്പെട്ട് അത് പ്രതീക്ഷിക്കുന്നവൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ചില റിപ്പോർട്ടുകളിൽ നമസ്കരിക്കുവാൻ ശുദ്ധി വരുത്തി വീട് വിട്ടിറങ്ങുന്നവൻ അവൻ്റെ പ്രതിഫലം കഅജ്രിൽ ഹാജിൽ മുഹ്രിം എന്നാണ്. ഇഹ്റാം കെട്ടി പുറപ്പെട്ട ഒരു ഹാജിയുടെ പ്രതിഫലം എന്നാണ് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. ശുദ്ധി വരുത്തി നമസ്കാരത്തിനായി ഒരുങ്ങി പുറപ്പെടുന്നവൻ നിസ്കാരത്തിന് ഒരുങ്ങി പുറപ്പെടുകയാണ്. അവൻ ഹജ്ജിന് ഒരുങ്ങി പുറപ്പെട്ടവനെ പോലെ. ഹജ്ജിന് ഒരുങ്ങി പുറപ്പെടുന്നതിൻ്റെ ഭാഗമാണെന്ത്? മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു പോകുക എന്നുള്ളത്. അവനുള്ള പ്രതിഫലം നമസ്കാരത്തിന് പുറപ്പെടുന്നവനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിഹായ ഹദീസ് കാണാൻ സാധിക്കും. അത് ഖത്തീബ് ഉണർത്തിയിട്ടില്ല, പക്ഷേ ഞാൻ സന്ദർഭോചിതം അത് അനുസ്മരിച്ചു എന്ന് മാത്രം. പിന്നെ നമസ്കാരത്തിന് പള്ളിയിലെത്തിയ ഒരു മനുഷ്യൻ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു എന്നാണ്. അള്ളാഹുവെ അയാളുടെ പാപം പൊറുക്ക്, അയാളോട് നീ കരുണ കാണിക്കുക.